ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. സ്റ്റൗ ഓൺ ചെയ്തിട്ട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട ശേഷം നമുക്ക് കുക്കർ ഇതിൻ്റെ മീതേക്ക് വെച്ച് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 4 വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മൂത്ത് കഴിഞ്ഞാൽ നല്ല മണം വരുന്നതായിരിക്കും. ആ മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം. സവാള ഒന്ന് വഴണ്ടി കിട്ടാനായി നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അതിട്ടതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ എല്ലാം മണം വരുന്നത് വരെ നമുക്ക് വഴറ്റേണ്ടതുണ്ട്. പൊടിയുടെ മണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 തക്കാളി വളരെ കനം കുറച്ചരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് 2 സെക്കൻഡ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വാട്ടിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വാടി വരട്ടെ. തക്കാളിയെല്ലാം 2 സെക്കൻഡ് കഴിഞ്ഞാൽ നന്നായി വാടി വരും. വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഓവർനൈറ്റ് ഫുള്ളായി കുതിർത്തിയെടുത്ത 1 കപ്പ് നമ്മുടെ ഗ്രീൻ പീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് 1 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിയെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ഗ്രീൻ പീസും മസാലയും എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. 1 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ഭാഗവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസിൻ്റെ മീതേക്ക് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് ചിരവിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതാ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായി വെന്ത് വന്ന നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് നമുക്ക് നമ്മുടെ ഈ തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂട്ടിച്ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് പതഞ്ഞ് പൊന്തി വരും, തിള വന്ന് തുടങ്ങും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതിലേക്ക് ഉപ്പ് ഉണ്ടോ നോക്കി ഉപ്പ് ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് താളിക്കേണ്ടതുണ്ട്. നല്ല ഗ്രീൻ പീസ് കറി ഇവിടെ നല്ല തിള വന്നു കഴിഞ്ഞു. കണ്ടില്ലേ, ഞാൻ തീ ഓഫാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് താളിക്കാം. അതിനായി ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം കടായി ചൂടായാൽ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 ഉണക്കമുളക് പൊട്ടിച്ചതും ഒരു 4 അല്ലി വേപ്പില ചേർത്ത് നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മുടെ ഗ്രീൻ പീസ് കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ഗ്രീൻ പീസ് കുറുമ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ കുറുമ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ രുചികരമായ ഒരു കുറുമയാണിത്. ചപ്പാത്തിയുടെ ഒപ്പവും പൊറോട്ടൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുറുമ. ഓക്കെ, ബൈ ബൈ.